നിർഭൻ ചേരുന്നു. നിർഭൻ, ഇക്കാര്യത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള MP-മാർ ജബി മേത്തറും അതുപോലെ PV അബ്ദുൾ വഹാബും അല്ലേ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി വാങ്ങിച്ച് മലയാളിക്ക് മുമ്പിൽ കൊണ്ടുവന്നത്? അതിൽ വ്യക്തമായി പറയുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി പറയുകയാണ് പിന്മാറാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തതയോടെ രേഖകൾ തന്നെ സംസാരിക്കുന്നു. UDF MP-മാർ തന്നെ അക്കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താണ്? തീർച്ചയായും ശരത്ത്, 2 UDF-ന്റെ MP-മാർ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി അവർ തന്നെ വ്യക്തമാക്കിയതാണ്. ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയും. കേരളം പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടില്ല, അതിൻ്റെ ഫണ്ട് കൈപ്പറ്റിയില്ല. മാത്രമല്ല അതിൻ്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കണം. അതിനൊന്നും കേരളം തയ്യാറായിട്ടില്ല എന്ന മറുപടി നേരത്തെ തന്നെ വ്യക്തമാണ്. അതിൽ നിന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇന്നും മുഖ്യമന്ത്രിയോട് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തത്വത്തിൽ ധാരണയായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നത് കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ UDF യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ അങ്ങനെ ധാരണയുണ്ടാക്കി പദ്ധതിയുമായി ഇനി പിന്നോട്ട് പോകാനും കഴിയില്ല. ഈ കേന്ദ്രം വെക്കുന്ന മാനദണ്ഡങ്ങളെ എങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇത് മറികടന്നുകൊണ്ട് എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാം എന്ന കാര്യമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് ഉപസമിതി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം ആ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചതാണ്. അതിൽ ലീഗിൻ്റെ ഒരു തരത്തിലുള്ള എതിർപ്പും 4 ലീഗിൻ്റെ പ്രതിനിധികൾ ഒരു തരത്തിലുള്ള എതിർപ്പ് യോഗത്തിൽ ഉന്നയിച്ചുമില്ല. അത് വലിയ വിവാദമായി നിൽക്കുമ്പോൾ അദ്ദേഹം കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ MOU ഒപ്പിട്ടാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പുതിയ വാദം ഉന്നയിക്കുകയാണ്. ആ വാദം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി VD സതീശനും സംസ്ഥാനത്തെ UDF സർക്കാരും തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണമാണ് അക്കാര്യത്തിൽ നടത്തിയത്. പക്ഷേ രേഖകൾ പകൽ പോലെ വ്യക്തമാണ്. ശരത്ത്, നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയുമ്പോൾ അതിൻ്റെ ആധികാരികമായ രേഖകളെ സംബന്ധിച്ച് അദ്ദേഹം പഠിച്ച് മറുപടി പറയേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ പഠിക്കാത്ത ഒരാളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PM ശ്രീ പദ്ധതിയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നത് U-ടേൺ UDF എടുത്തു കഴിഞ്ഞു. പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ UDF-നുള്ളിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള വലിയ അഭിപ്രായ ഐക്യമില്ലാത്ത തരത്തിലുള്ള സമ്മർദ്ദം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് വാങ്ങിയെടുക്കണമെന്ന നിലപാടിലേക്ക് കഴിഞ്ഞ UDF യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് മലക്കം മറിയുന്നതിന് വേണ്ടി, തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മറുപടി മാത്രമായേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ശരത്ത്, നിർഭൻ, ഒരു ചെറിയ കാര്യം കൂടി. അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻ സർക്കാർ എടുത്തൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇല്ല എന്ന നിലയിൽ ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടർന്നാൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ തുടരാൻ കഴിയും. അതിനെ സാധൂകരിക്കുന്നതാണ് ജബി മേത്തർ MP-യുടെയും PV അബ്ദുൾ വഹാബ് MP-യുടെയും ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജയന്ത് ചൗധരി എന്ന സഹമന്ത്രി കൊടുത്ത മറുപടി. അപ്പോൾ ആ മറുപടികളെ പാർലമെൻറ്റിൽ 2 UDF MP-മാർക്ക് തന്നെ വളരെ വ്യക്തമായി കിട്ടിയ ആ മറുപടി, അതേക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്. അത് അങ്ങനെ അല്ല, അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, അങ്ങനെയല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അതെങ്ങനെയാണ് അങ്ങനെ അല്ലാതാകുന്നത് എന്ന ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി.